എല്ലാവർക്കും വന്ദനം. ഓഗസ്റ്റ് മാസത്തിൻ്റെ സമാപന ദിവസങ്ങളിൽ നമ്മളെത്തി. ഈ മാസത്തിൻ്റെ തുടർന്നുള്ള മണിക്കൂറുകൾ പോലും നമുക്ക് ഏറ്റവും വിലയേറിയതാണ്. ഈ മാസം അനവധി പ്രയാസങ്ങളിലൂടെ അനേകർ കടന്നുപോയി. ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് മഴ പോലെ പ്രശ്നങ്ങൾ പെയ്താൽ, നിർത്താത്ത മഴ പോലെ പ്രശ്നങ്ങൾ പെയ്തിറങ്ങിയാൽ എന്തു ചെയ്യും? നമ്മുടെ മനോഭാവം മാറ്റണം. ഒരു പോസിറ്റീവ് എനർജിയുള്ള ഒരു മനോഭാവം, അതായത് ശുഭാപ്തി വിശ്വാസമുള്ള ഒരു മനോഭാവം എന്ന കൊട കൊണ്ട് നമുക്കതിനെ നേരിടാൻ കഴിയും. എത്ര പെയ്താലും അത് രണ്ട് വശത്തൂടെ ഒഴുകി താഴോട്ട് പോകും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് വിശ്വാസം കൊണ്ട് നേരിടാൻ കഴിയും. ലോക മനുഷ്യർ നേരിടുന്നത് ശുഭാപ്തി വിശ്വാസമാണ്. ഇല്ല, ഞാൻ തോറ്റുപോകില്ല, ഒരു ദിവസം ഞാൻ ജയിക്കും. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ട്. എല്ലാ ജീവികൾക്കും അവരുടെ ഉള്ളിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്നുള്ള ഒരു ചിന്താഗതി കിടപ്പുണ്ട്. അതുകൊണ്ട് അവർ പരാജയപ്പെടാറില്ല. ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി അവർ കണ്ടെത്തും. അവരടങ്ങിയിരിക്കില്ല. ഇതുപോലെ വിശ്വാസം എന്ന പരിച വെച്ചാണ് ശത്രുവിൻ്റെ സകല തീയമ്പുകളെയും കെടുത്തിക്കളയേണ്ടത് എന്ന് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഒരു പട്ടാളക്കാരൻ്റെ വസ്ത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, അരയ്ക്ക് സത്യനീതി എന്ന കവചം, രക്ഷ എന്ന ശിരസ്ത്രം, സമാധാന സുവിശേഷത്തിനായുള്ള ചെരുപ്പ് കാലിൽ, ഇതെല്ലാം പറയുമ്പോൾ ശത്രു കൊണ്ടുവരുന്ന എല്ലാ തീയമ്പുകളെയും, ഏതെല്ലാം വഴിക്ക് വരുന്നു അത് തടയുവാൻ നിന്റെ പരിച വലുതായിരിക്കണം. ചെറിയ പരിചയാണെങ്കിൽ കുറച്ച് തീയമ്പുകളെ മാത്രമേ തടയാൻ കഴിയൂ. റോമൻ പട്ടാളക്കാരുടെ പരിചയ്ക്ക് ഏകദേശം ഒരു 3.5 അടി ഉയരം ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു 2-2.5 അടി വീതി ഉണ്ടാകും. അത് വെച്ച് അവർക്ക് വരാൻ സാധ്യതയുള്ള എല്ലാറ്റിനെ തടയാൻ കഴിയും. അവരുടെ പരിചകൾ വലുതായിരുന്നു. ഏതു വഴിക്കും അവർക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റിയ രീതിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ വിശ്വാസം എന്ന പരിച നമ്മൾ എടുക്കണം. അത് നമുക്ക് ഉപയോഗിക്കാനും കഴിയണം. വലിയ പരിചയം ഉണ്ടെന്ന് കരുതി ശത്രുവിൻ്റെ തീയമ്പിനെ തടയാൻ കഴിയില്ല. എനിക്ക് വലിയ പരിചയമുണ്ട്, വലിയ വിശ്വാസമുണ്ട്. സമയത്ത് ഉപയോഗിക്കുന്നതും അത് വലിയ കാര്യമാണ്. തക്ക സമയത്ത് നാം ഉപയോഗിക്കുന്ന വിശ്വാസത്തിൻ്റെ ചുവടുകളാണ് ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് കുടയെടുത്ത്, ആ സമയത്തല്ല കുട തപ്പേണ്ടത്, മഴ വരാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞ് കയ്യിൽ കുട കരുതുന്നവർക്ക് പെട്ടെന്നത് എടുക്കാനും നിവർത്താനും കഴിയും. ഇപ്പോൾ പുതിയൊരു കുട ഇറങ്ങിയിട്ടുണ്ട്. അത് ഒരു ബട്ടൺ അമർത്തിയ നിവരുന്നത് മാത്രമല്ല, അതേ ബട്ടൺ അമർത്തിയാൽ അത് ചുരുങ്ങുകയും ചെയ്യും. അപ്പോൾ പ്രശ്നങ്ങളെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റിയ നിലയിൽ പലതും മനുഷ്യർ കണ്ടുപിടിക്കുകയാണ്. എങ്ങനെ പെട്ടെന്ന് മഴയിൽ നിന്ന് പുറത്തു വരാം. ഇത് തന്നെ പെട്ടെന്ന് വരുന്ന എല്ലാ പിശാചിൻ്റെ പദ്ധതികളെയും എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ഏകാഗ്രമായി ജീവിക്കുന്നവർക്ക് കർത്താവ് അതിനുള്ള ജ്ഞാനവും കൃപയും തരും. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിലോട്ട് വീണ്ടും വരാം. 51-ാം വാക്യം വരെ നമ്മൾ എത്തി. സ്തെഫാനോസിൻ്റെ ചരിത്രമാണ്. അവിടെ പറയുന്ന കാര്യം, ശാഠ്യക്കാർ ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പരിശുദ്ധാത്മാവിനെതിരെ നിൽക്കുന്ന ഒരു സമൂഹത്തെ അദ്ദേഹം പൊതിഞ്ഞൊന്നും പറയുന്നില്ല, നേരെ പറയുകയാണ്.
സ്തെഫാനോസിനെ എല്ലാ നിലയിലും ആക്രമിക്കാൻ തന്നെയാണ് അവർ പദ്ധതി ഇട്ടിരിക്കുന്നത് എന്ന് കരുതി സ്തെഫാനോസ് അവിടെ ഒഴിഞ്ഞു മാറാനുള്ള പരിപാടികളൊന്നും ആസൂത്രണം ചെയ്യുന്നില്ല. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞ് സ്തെഫാനോസ് തിരുത്താൻ അവിടെ നിൽക്കുന്നില്ല. സ്തെഫാനോസ് അദ്ദേഹം എന്താണ് അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അത് തുറന്നു പറയുവാൻ തൻ്റെ ഇടം കാണിച്ച ശക്തനായ ഒരു ദൈവപുരുഷനായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് തന്നെ നല്ല ബോധ്യമുണ്ടായി കാണും. 2, മരണത്തെ താൻ പേടിച്ചിരുന്നില്ല. 3, മരണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. തൻ്റെ പ്രത്യാശ അതിനേക്കാൾ വളരെ 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 വലുതായിരുന്നു. 4, താൻ എന്ത് പ്രസംഗിക്കുന്നുവോ അതായിരുന്നു സ്തെഫാനോസ്. അതുകൊണ്ട് സ്തെഫാനോസിന് തൻ്റെ പ്രസംഗത്തിന് അപ്പുറം ഒരു പ്രോഗ്രാം ഇല്ല. താൻ എന്ത് വിശ്വസിച്ചിരുന്നുവോ അത് മാത്രമാണ് താൻ പ്രസംഗിച്ചിരുന്നത്. പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് നമുക്കായിത്തീരാൻ കഴിയാതെ വരുന്ന ചില അവസ്ഥകളുണ്ട്. ക്ഷമയെക്കുറിച്ച് പണ്ടൊരാൾ പറഞ്ഞതുപോലെ, അപ്പച്ചന് ക്ഷമയുണ്ടോ? കൊച്ചുമോൻ ചോദിച്ചു. കൊച്ചുകുട്ടിയാണ്. അവൻ വന്ന് ചോദിച്ചു, അപ്പച്ചന് ക്ഷമയുണ്ടോ? അപ്പം അപ്പച്ചൻ പേപ്പർ വായിക്കായിരുന്നു. ഉണ്ടോ മോനെ? എനിക്ക് നല്ല ക്ഷമയാ. കുറച്ചുകൂടി കഴിഞ്ഞ്, അപ്പച്ചന് ക്ഷമയുണ്ടോ? മോനെ, അപ്പച്ചന് ക്ഷമയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രാവശ്യം. വീണ്ടും, അപ്പച്ചന് ക്ഷമയുണ്ടോ? അപ്പച്ചൻ, നിന്നോടല്ലേടാ പറഞ്ഞത് എനിക്ക് ക്ഷമയുണ്ടെന്ന്. പിന്നെ അവൻ കറങ്ങി തിരിച്ച് ഒരു കളി കഴിഞ്ഞ് ഓടി വന്നിട്ട്, അപ്പച്ചന് ക്ഷമയുണ്ടോ? അപ്പച്ചൻ പേപ്പർ എടുത്തൊരു ഏറ്. എത്ര പ്രാവശ്യം പറയണം എനിക്ക് ക്ഷമയുണ്ടെന്ന്? ഇതാണ് നമുക്കുണ്ടെന്ന് പറയുന്ന പല സാധനവും നമുക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. എന്നാൽ സ്തെഫാനോസിന് എന്തെല്ലാം ഉണ്ടായിരുന്നോ അദ്ദേഹത്തിൽ അത് നിഴലിച്ചു നിന്നിരുന്നു. സ്തെഫാനോസിന് ധൈര്യമുണ്ടായിരുന്നു, സ്തെഫാനോസിന് അഭിഷേകമുണ്ടായിരുന്നു, സ്തെഫാനോസിന് ആത്മാർത്ഥതയുണ്ടായിരുന്നു, സ്തെഫാനോസിന് തൻ്റെ ശുശ്രൂഷയിൽ തനിക്ക് തന്നെ പൂർണ്ണമായ വിശ്വാസമുണ്ടായി. താൻ എന്ത് പ്രസംഗിക്കുന്നുവോ താനത് വിശ്വസിച്ചിരുന്നു. അതായിരുന്നു താൻ. അതുകൊണ്ട് ഇനി ഈ പ്രസംഗത്തിനെതിരെ എന്തെല്ലാം വന്നാലും തനിക്കതൊരു വിഷയമായിട്ട് തോന്നിയുമില്ല. മറ്റൊരു ആത്മമണ്ഡലത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു സ്തെഫാനോസ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. അദ്ദേഹത്തെ പൊതിഞ്ഞിരുന്നത് മറ്റൊരു ആത്മലോകമായിരുന്നു. വാസ്തവമായി ദൈവരാജ്യത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ എന്ന് വേണമെങ്കിൽ സ്തെഫാനോസിനെ കുറിച്ച് പറയാം. അദ്ദേഹം പിന്നെ അടുത്ത വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, 52, പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായ അവൻ്റെ വരവിനെ കുറിച്ച് മുൻ അവരെയെല്ലാം അവർ കൊന്നുകളഞ്ഞു. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പിതാക്കന്മാരും കൊലപാതകന്മാരായിരുന്നു. അപ്പോൾ വരാനുള്ളവരെ, പ്രവാചകന്മാരെ, വന്ന നീതിമാനായ യേശുവിനെ എല്ലാം കൊന്ന ഒരു തലമുറയുടെ പിൻതലമുറയാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ ആരുടെയെങ്കിലും കുഴപ്പം അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ അവർക്ക് സഹിക്കോ? സ്തെഫാനോസിന് അത് പറയാനുള്ള ധൈര്യമുണ്ടായി. എന്നിട്ട് പറയുന്ന 53-ാം വാക്യം, അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകന്മാരുമായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചു എങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. നിങ്ങൾ ന്യായപ്രമാണം പ്രാപിക്കാൻ തൃക്കാൽക്കൽ ഇരുന്നാൽ മതി, തിരുവെഴുത്തുകളെ പ്രാപിക്കാം. എന്നാൽ അത് പ്രമാണിക്കുക എന്ന് പറയുന്നത് അത് വിശ്വാസത്തിൻ്റെ ചുവടുകളാണ്. ഫലം കായ്ക്കുക എന്ന് പറയുന്നത് അത് വളരെ വലിയ കാര്യമാണ്. വചനമറിയാം, വചനത്തിൽ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് ആ ഭാഗം അറിയാം, ഈ ഭാഗം അറിയാം, അതിൻ്റെ ആഴമറിയാം, അതിൻ്റെ വെളിപ്പാടറിയാം, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് അതിൻ പ്രകാരം ജീവിക്കുന്നത്. സ്തെഫാനോസ് അങ്ങനെ ജീവിക്കുന്ന ഒരാളായിരുന്നു.
54 ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. എന്നാലും അവനെ തൊടാൻ ആർക്കും കഴിയുന്നില്ല. ആർക്കും അവനെ തൊടാൻ കഴിയുന്നില്ല. അപ്പോഴാണ് അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു തോന്നലാണ് സ്വർഗത്തിലോട്ട് നോക്കണം, മുകളിലോട്ട് നോക്കാൻ. സൈഡിൽ മുഴുവനും അവനെ വിസ്തരിക്കാനും അവനെ വിധിക്കാനും അവനെ എതിരെ മോശമായി പ്രവർത്തിക്കാനും ഒരു കൂട്ടം നിൽക്കുകയാണ്. എന്നാൽ അവന് നോക്കാൻ ഇനി മുകളിലോട്ട് മാത്രമേ ഉള്ളൂ. അവൻ മുകളിലോട്ട് നോക്കി. അപ്പോൾ അവനൊരു കാഴ്ച കണ്ടു. ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അവൻ മുകളിലോട്ട് നോക്കി. ആത്മാവിൽ നിറഞ്ഞ് സ്തെഫാനോസ് നോക്കി. അവൻ ഒരു കാഴ്ച കണ്ടു. ദൈവമഹത്വം കണ്ടു. യേശു കർത്താവ് നിൽക്കുന്നതും കണ്ടു. അടുത്തത്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവൻ കണ്ട കാര്യം പറഞ്ഞു. അവന് സ്വർഗീയ ദർശനം മറച്ചു വെക്കാൻ കഴിയില്ല. അവൻ കണ്ടത് പറഞ്ഞു. ജോസഫ് അവൻ കണ്ട സ്വപ്നം പറഞ്ഞു. അതാണ് അവന്റെ പ്രശ്നത്തിന്റെ ആരംഭം. വീണ്ടും അവനൊരു സ്വപ്നം കണ്ടു, അതും അവൻ പറഞ്ഞു. അതോടെ സഹോദരന്മാർക്ക് അവന്റെ നേരെ അസൂയ വളരെയധികമായി. യേശു കർത്താവ് പിതാവിന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ സ്വർഗത്തിലുള്ളത് വന്നു പറഞ്ഞു. അത് അന്നത്തെ ജനത്തിന് സഹിച്ചില്ല. സ്വർഗത്തിലുള്ളത് താൻ കണ്ടത് പറഞ്ഞു. യഥാർത്ഥമായ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ആരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ്. ഈ ഭൂമി വേറെയാ. ഭൂമി മനുഷ്യ ജനത്തിന്റെ കുലത്തിന്റെ വേറൊരു സംവിധാനത്തിൽ പോകുന്നതാണ്. അവിടെ ദൈവത്തിന് വലിയ അവസരങ്ങൾ കൊടുക്കാത്തവരാണ് മനുഷ്യർ. പാപത്തിന്റെ ഫലമായി അവർക്കുണ്ടായ മണ്ണിനോടുള്ള ആശയും വിണ്ണിനോടുള്ള അവഗണനയും അവരെ സ്വാർത്ഥരും തൻ്റെടികളും മഹാപാപികളുമാക്കി മാറ്റി. അപ്പോൾ വിണ്ണിലുള്ളത് കണ്ടാൽ മണ്ണിലുള്ളവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്. ജോസഫ് കണ്ടത് വിണ്ണിലുള്ളതാണ്. അതിനെ അംഗീകരിക്കാൻ സഹോദരന്മാർക്ക് ബുദ്ധിമുട്ട്. സ്തെഫാനോസ് കണ്ടത് വിണ്ണിലുള്ളതാണ്. മണ്ണിലുള്ളവർക്ക് അത് ഏറ്റെടുക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട്. യേശു കർത്താവ് വിണ്ണിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. മണ്ണിലുള്ളവർക്ക് യേശുവിനെ അംഗീകരിക്കുവാനും എന്തോ ഒരു ബുദ്ധിമുട്ട്. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, പുതുതായി ജനിച്ചവരെല്ലാം ഉയരത്തിൽ നിന്ന് ജനിച്ചവരാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചവരാണ് മനുഷ്യനായി ജനിച്ചവർ. എന്നാൽ വീണ്ടും ജനിച്ചവർ അവർ ഉയരത്തിൽ നിന്ന് ജനിച്ചവരാണ്. ഉദരത്തിൽ നിന്ന് ജനിച്ച ജനനമുണ്ട്. എന്നാൽ വീണ്ടും ജനനം എന്ന് പറയുന്നത് ഉയരത്തിൽ നിന്നാണ്. അപ്പോൾ ഉയരത്തിലുള്ളതേ ചിന്തിക്കൂ, ഉയരത്തിലുള്ളതേ പറയൂ. അത് മണ്ണിലുള്ളവർക്ക്, ഒരിക്കലായിട്ട് ജനിച്ചവർക്ക് അംഗീകരിക്കാൻ കഴിയണമെന്നില്ല. വീണ്ടും ജനിച്ചവർക്കുള്ള കൂട്ടായ്മയിൽ ഉയരത്തിലുള്ളത് പറഞ്ഞാൽ അവിടെ വലിയ ആരാധനയും ആഘോഷവും ഉണ്ടാകും. അതുകൊണ്ടാണ് പൗലോസൊക്കെ പറഞ്ഞത്, നിങ്ങൾക്ക് അവിശ്വാസികളുമായിട്ട് ഇണയല്ല പിണ കൂടാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങളെ അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ വിണ്ണിലുള്ളത് കാണുന്നവരും വിണ്ണിൽ പൗരത്വമുള്ളവരും നിങ്ങൾക്ക് സ്വർഗീയമായ കാര്യങ്ങളിൽ വ്യക്തമായ ദർശനമുള്ളവരുമാണ്. നിങ്ങൾക്ക് മണ്ണിലുള്ള കാര്യങ്ങൾ മാത്രം അറിയാവുന്നവരുമായിട്ട് കൂട്ടായ്മ പാടില്ലെന്ന്. ഒന്നുകൂടി പറഞ്ഞാൽ, വീണ്ടും ജനിച്ചവർക്ക് വീണ്ടും ജനിച്ച ഒരു കൂട്ടായ്മ വേണം. അതേ ഓടൂ. അവിടെ പറയുന്ന എല്ലാം സ്വർഗീയമായ കാര്യങ്ങളായിരിക്കും. ഇവിടെ സ്തെഫാനോസ് പറഞ്ഞത് വീണ്ടും ജനിക്കാത്തവരോടാണ്.
അവർക്ക് സ്വർഗീയമായ കാര്യങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. വീണ്ടും ജനിച്ചവർക്ക് മാത്രമേ പിതാവിൻ്റെ വലത്തുഭാഗത്ത് പുത്രൻ നിൽക്കുന്നതും സ്വർഗം തുറക്കുന്നതൊക്കെ പറഞ്ഞാൽ ഹാലേലൂയ പറയൂ. സ്തേഫാനോസ് കൃപ കൊണ്ട് നിറഞ്ഞു ഈ കാഴ്ച കണ്ട്. എന്നാൽ ചുറ്റും നിൽക്കുന്നവർ അരിശം കൊണ്ട് നിറഞ്ഞു. രണ്ടുപേർക്ക് നിറവുണ്ട്. സ്തേഫാനോസ് ഉയരത്തിലോട്ട് നോക്കി കൃപ കൊണ്ട് നിറഞ്ഞു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. തൻ്റെ ചുറ്റും ഉണ്ടായിരുന്നവരോ അരിശം കൊണ്ട് നിറഞ്ഞു. അത്രയും വ്യത്യാസമുള്ളൂ. രണ്ടുപേർക്കും നിറവുണ്ട്. വീണ്ടും ജനിച്ചവരും വീണ്ടും ജനിക്കാത്തവരും തമ്മിൽ ഉള്ള വ്യത്യാസം ഇതാണ്. ഇതൊരു ദൈവ പൈതൽ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം. എവിടെ നിന്നാലും അറിയണം, ഞാൻ ഈ ലോകത്തിൻ്റെ വകയല്ല, ഞാൻ ഉയരത്തിൽ നിന്ന് ജനിച്ചതാണ്. ഞാൻ ഉദരത്തിൽ നിന്ന് പിറന്നവനാണെങ്കിലും അതിനുശേഷം വീണ്ടും ജനിച്ചു ഉയരത്തിൽ നിന്ന്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പുത്രൻ മുഖാന്തിരം വീണ്ടും ജനിച്ചു. കെടുന്ന ബീജത്താലല്ല, കെടുന്ന ബീജത്താൽ ജനിച്ചു. രണ്ടാമത് കെടാത്തതും ഉൾനട്ടതുമായ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞ പോലെ വീണ്ടും ജനിച്ചു. ഇവിടെ വീണ്ടും ജനിച്ചവൻ കാണുന്ന കാഴ്ചകൾ വീണ്ടും ജനിക്കാത്തവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. എന്ത് സംഭവിച്ചു? അവർ ഉറക്കെ നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ചവന്റെ നേരെ പാഞ്ഞു ചെന്നു, അവനെ നഗരത്തിൽ നിന്ന് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കാൻ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. സ്തേഫാനോസ് മരിച്ചു എന്നല്ല, സ്തേഫാനോസ് നിദ്ര പ്രാപിച്ചു. മരിക്കുന്നതിന് മുമ്പ്, നിദ്ര പ്രാപിക്കുന്നതിന് മുമ്പ് സ്തേഫാനോസ് പ്രാർത്ഥിച്ചു, ഈ പാപം ഇവരുടെ മേൽ വരുത്തരുതേ. ഞാൻ ഇവരോട് സുവിശേഷം പറഞ്ഞു കഴിഞ്ഞു, ഇതിവർക്ക് ദോഷമാകരുതേ. അവരെ അനുഗ്രഹിച്ചിട്ടാണ് സ്തേഫാനോസ് പോകുന്നത്. സ്തേഫാനോസ് എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചു. യെഹെസ്കേലൊക്കെ പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് എൻ്റെ സംവത്സരത്തെ ദീർഘിപ്പിച്ചു തരണമേ, എനിക്ക് ആയുസ് വേണമെന്നല്ല. സ്തേഫാനോസിന് എത്രയും വേഗം അങ്ങോട്ട് ചെന്നാൽ മതി. കാരണം പിതാവിൻ്റെ മഹത്വവും പുത്രൻ നിൽക്കുന്നതും തുറന്ന സ്വർഗവും കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഭൂമിക്ക് വലിയ വാല്യൂ അദ്ദേഹത്തിന് തോന്നിയില്ല. ഒരു തുറന്ന സ്വർഗം, ഒരു എൻകൗണ്ടർ ഉണ്ടായാൽ, ഒരു സ്വർഗീയ അനുഭവം ഉണ്ടായാൽ പിന്നീട് പൗലോസ് പറഞ്ഞതുപോലെ പറയും, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുന്നതാണ് അത്യുത്തമം. എങ്കിലും നിങ്ങൾ നിമിത്തം ഞാനിവിടെ ആയിരിക്കുന്നു. അങ്ങനെ നമ്മൾ പറയാൻ ഇടയായിത്തീരും. ഏതായാലും നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം, കർത്താവിൻ്റെ അമിത ബലത്തിൽ ആശ്രയിക്കാം. ഞങ്ങൾക്കും ഈ സ്വർഗീയ അനുഭവങ്ങൾ വേണം. മണ്ണിനേക്കാൾ വിണ്ണിൻ്റെ ദർശനം എനിക്ക് വേണം. സ്വർഗീയമായ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ നിന്ന പൗലോസിനെ പോലെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഇവിടെ ഇത് പറയുമ്പോൾ പൗലോസിൻ്റെ കാൽക്കലാണ് മറ്റുള്ളവർ കൊണ്ടുവന്ന് കല്ലെറിയാൻ പോയവർ അവരുടെ വസ്ത്രം വെച്ചത്, മേൽവസ്ത്രം. എന്നിട്ട് അവരൊരുമിച്ച് കല്ലെറിഞ്ഞു. അപ്പം അതിൻ്റെ മേൽനോട്ടക്കാരനായിരുന്നു ശൗൽ, സ്തേഫാനോസിനെ കൊല്ലാൻ. എന്നാൽ സ്തേഫാനോസിൻ്റെ ആ ഒരൊറ്റ പ്രാർത്ഥനയിൽ നിന്ന് എഴുന്നേറ്റ് വന്നവനാണ് ശൗൽ. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടോ? ഉണ്ട്. സ്തേഫാനോസ് പോയാലും സ്തേഫാനോസിനേക്കാൾ 10 മടങ്ങായ ഒരു ശക്തനായ ഒരുവനെ പ്രാർത്ഥനയിലൂടെ പണിതെടുത്തിട്ടാണ് അദ്ദേഹം പോയത്. ഏലിയാവ് പോയി ഇരട്ടി പങ്കുള്ള ഒരു ഏലീശയെ അഭിഷേകം ചെയ്തതുപോലെ തന്നെ ഒരു ചരിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവരാജ്യത്തെ ഒരിക്കലും ഇല്ലാതെയാക്കാൻ കഴിയില്ല. ആരെതിർക്കുന്നുവോ അവർ പിന്നത്തേതിൽ
ഈ വലിയ ശുശ്രൂഷയുടെ ഒരു ഭാഗമായി മുൻനിരയിൽ നിൽക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തെഫാനോസിന്റെ ചരിത്രം ഞങ്ങൾ ചില ദിവസമായി അദ്ദേഹത്തിന്റെ പ്രസംഗം ധ്യാനിക്കുകയായിരുന്നു. എത്ര മനോഹരമായ സന്ദേശം! മുഴുവനും അബ്രഹാമിന്റെ ചരിത്രം മുതൽ യേശു വരെ കൊണ്ടുവന്നിട്ട് ശക്തമായി അവരെ ശാസിക്കുകയും ആ ജനത്തിന്റെ നടുവിൽ തൻ്റെ ഇടത്തോടെ നിന്ന് ഈ കൃപയുടെ ശക്തിയെ വെളിപ്പെടുത്തിക്കൊണ്ട് പിന്നത്തേതിൽ സ്വർഗീയ മഹത്വം കണ്ട് കയറിപ്പോയ പുതിയ നിയമത്തിലെ ഏലിയാവിനെ പോലെ കർത്താവേ, ആ സ്തെഫാനോസിന്റെ ചരിത്രം പോലെ ഇന്നും അനേക ദൈവദാസന്മാർ പ്രതിബന്ധങ്ങളുടെ നടുവിൽ തൻ്റെ ഇടത്തോടെ നിന്ന് ജയിലുകളിലും പലയിടങ്ങളിലും കഷ്ടതകളിൽ കിടപ്പുണ്ടല്ലോ. അവരുടെ ആ ധൈര്യത്തെ അങ്ങ് ആദരിക്കണമേ, അവരെ പുറത്തെടുക്കണമേ, സ്വർഗീയമായ അനുഭവങ്ങൾ വീണ്ടും കൊടുക്കണമേ. കർത്താവേ, ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാതെ പോയതിൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിച്ചില്ല. പ്രതികൂലങ്ങളിൽ പ്രതിബന്ധങ്ങളിൽ കിടക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ വേണ്ട രീതിയിൽ കരഞ്ഞപേക്ഷിച്ചില്ല. മധ്യസ്ഥ പ്രാർത്ഥനയില്ലായ്മകൾ ക്ഷമിക്കണം. ഇന്നിത് കേൾക്കുന്ന എല്ലാവരും ദൈവവചനത്തിൽ ധൈര്യപ്പെടട്ടെ. ഏത് എതിർപ്പുകളെയും ദൈവവചനം കൊണ്ട് നേരിടാനുള്ള പ്രത്യേകമായ ശേഷിയുണ്ടാകട്ടെ. കർത്താവിൻ്റെ ആത്മാവിൽ സ്വർഗീയമായ കാഴ്ചകൾ കാണാൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗീയമായ അനുഭവങ്ങൾ കാണാനും വിശ്വസിക്കാനും ഞങ്ങളെ ശക്തീകരിക്കണം. സ്തെഫാനോസിനെ പോലെ ആധികാരികതയുടെ പ്രസംഗങ്ങൾ ചെയ്യുന്നവർ ഈ കേൾക്കുന്നവരിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. സ്തെഫാനോസിനെ പോലെ വലിയ വീര്യപ്രവർത്തികൾ ചെയ്യുന്നവർ എഴുന്നേറ്റ് വരട്ടെ. സ്തെഫാനോസിനെ പോലെ സ്വർഗീയ ദർശനങ്ങൾ പ്രാപിച്ചവർ എഴുന്നേറ്റ് വരട്ടെ. സ്തെഫാനോസിനെ പോലെ ധൈര്യമുള്ളവർ എഴുന്നേറ്റ് വരട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമുക്ക് വിശ്വസിക്കാം, ഈ ചരിത്രങ്ങൾ പരിശുദ്ധാത്മാവ് വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ ചരിത്രങ്ങൾ ഇനിയും സംഭവിക്കും. കർത്താവിൻ്റെ കരം ചലിക്കുവാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം ആയതിനാൽ ആർക്കു വർണ്ണിക്കാം ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരയേറ്റു സ്നേഹകരോ ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം ആർക്കു വർണ്ണിക്കാം ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരയേറ്റു സ്നേഹകരോ ദൈവത്തിൻ സ്നേഹം ദൈവത്തിൻ സ്നേഹം